രണ്ടോ മൂന്നോ ദിവസത്തിനകം യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ അമേരിക്കയെ ഇറാനിൽ നിന്ന് തുടച്ചു നീക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് നൽകിയ മുന്നറിയിപ്പ്. തങ്ങളുടെ ജനവാസ മേഖലയിലേക്കുൾപ്പെടെ യുദ്ധം വ്യാപിപ്പിച്ചതോടെയാണ് ഇറാൻ ലോക പോലീസ് സഭയെന്ന് അമേരിക്കയെ വെല്ലുവിളിച്ച് രംഗത്ത് വന്നത്. ഇതിനു പിന്നാലെ ശക്തമായ തിരിച്ചടികളാണ് അമേരിക്കയ്ക്ക് ഇറാൻ നൽകുന്നത്. ഇറാന്റെ പ്രഹരശേഷി അനുഭവിച്ചറിയുന്നത് അമേരിക്കയുടെ സഖ്യകക്ഷികളായ ഗൾഫ് രാജ്യങ്ങളാണ് എന്നുകൂടി കാണണം. കഴിഞ്ഞ ദിവസം ജോർദാനിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 2 അമേരിക്കൻ സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഒരാളെ കാണാതായിട്ടുമുണ്ട്. ഇറാൻ നടത്തുന്ന അതിരൂക്ഷമായ ആക്രമണത്തിൽ ജോർദാനിലെ US സൈനിക ക്യാമ്പിൽ വൻ നാശമാണ് ഉണ്ടായിരിക്കുന്നത്. വെള്ളിയാഴ്ച രാത്രിയിലാണ് ജോർദാനിലെ സൈനിക താവളത്തിലേക്ക് ശക്തമായ ബാലിസ്റ്റിക് ഡ്രോൺ ആക്രമണങ്ങൾ ഇറാൻ നടത്തിയത്. 2 സൈനികർ കൊല്ലപ്പെട്ടെന്നും ഒരാളെ കാണാതായെന്നും US സെൻട്രൽ കമാൻഡ് തന്നെയാണ് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ സ്ഥിരീകരിച്ചത്. അക്രമത്തിൽ പരിക്കേറ്റ 4 US സൈനികരെ ജോർദാനിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട്. സഖ്യരാജ്യങ്ങളിലെ സൈന്യവുമായി ചേർന്ന് ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും പ്രതിരോധിക്കുകയാണ് അമേരിക്കയ്ക്ക് 2 സൈനികരെ നഷ്ടമായത്. ഫെബ്രുവരിയിൽ തുടങ്ങിയ യുദ്ധത്തിൽ ഇതുവരെ 16 അമേരിക്കൻ സൈനികരാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ ജൂൺ 28 മുതൽ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങളിൽ ഇറാനിൽ 50ഓളം സാധാരണക്കാർക്ക് ജീവൻ നഷ്ടമാവുകയും 500-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇറാനെ ചൊടിപ്പിക്കുന്നത്. കൂടാതെ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അമേരിക്കയും കൂട്ടരും നടത്തുന്ന ശ്രമങ്ങളും ഇറാനെ പ്രകോപിപ്പിക്കുന്നു. തുടർച്ചയായി 8ാം രാത്രിയിലും അമേരിക്ക ഇറാന് നേർക്ക് ആക്രമണം നടത്തി. ഇന്നലെ രാത്രി ശക്തമായ വ്യോമാക്രമണമാണ് അമേരിക്ക നടത്തിയത്. ഇത് പ്രസിഡന്റ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമെന്നാണ് US സെൻട്രൽ കമാൻഡ് പറയുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് കപ്പൽ ഗതാഗതം തടയാനുള്ള ഇറാന്റെ ശ്രമങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണ് ആക്രമണം. ഒപ്പം ജോർദാനിൽ അമേരിക്കൻ സൈനികരെ കൊലപ്പെടുത്തിയ ഇറാൻ നടപടിക്കുള്ള മറുപടി കൂടിയാണ് ശനിയാഴ്ച രാത്രി നൽകിയതെന്നും സെൻകോം വിശദീകരിക്കുന്നുണ്ട്. അതിനിടെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് ആവർത്തിച്ച് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി രംഗത്ത് വന്നതും ശ്രദ്ധേയമാണ്. അന്ത്യശാസനം അമേരിക്ക ഗൗരവമായി എടുക്കണമെന്നും ഇല്ലെങ്കിൽ മേഖലയിൽ സമാധാനത്തോടെ തുടരാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ലെന്നുമാണ് മുജ്തബ വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ തുടർച്ചയായ കരാർ ലംഘനം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒപ്പിന് പുല്ലുവിലയാണെന്ന് തെളിയിക്കുകയാണെന്നും വിശ്വാസ്യത നഷ്ടമാക്കിയെന്നും മുജ്തബ വിമർശിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ട്രംപിനും കുടുംബത്തിനുമെതിരെ വധഭീഷണി മുഴക്കി ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ കൂറ്റൻ ബാനർ ഉയർന്നതും ഇതിനോട് ചേർത്ത് വായിക്കണം. കത്തിയമരുന്ന വൈറ്റ് ഹൗസിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ ദേശീയ പതാക പതിപ്പിച്ച ശവപ്പെട്ടികൾക്ക് മുകളിൽ ട്രംപിന്റെയും കുടുംബാംഗങ്ങളുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് സെൻട്രൽ ടെഹ്റാനിൽ ബാനർ സ്ഥാപിച്ചത്. പേർഷ്യൻ ഭാഷയിൽ ചോരയ്ക്ക് ചോര എന്ന മുദ്രാവാക്യവും ബാനറിൽ എഴുതിയിട്ടുണ്ട്. തങ്ങളെ നശിപ്പിക്കുന്ന ട്രംപിന് തക്കതായ മറുപടി നൽകുമെന്ന മുന്നറിയിപ്പാണ് ഇതിലൂടെ ഇറാൻ നൽകുന്നത്. എന്നാൽ ചെറിയ ഇടവേളയ്ക്ക് ശേഷം തുടങ്ങിയിരിക്കുന്ന ആക്രമണത്തെ പല രാജ്യങ്ങളും ആശങ്കയോടെ നോക്കിക്കാണുന്നുണ്ട്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ. കാരണം അമേരിക്കയ്ക്കുള്ള ഇറാന്റെ തിരിച്ചടി ഏറ്റുവാങ്ങുന്നത് ഈ രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം സംഘർഷം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി UAE രംഗത്ത് വന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ ട്രംപ് പറയുന്നത് ഈ യുദ്ധം ഇനി എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് താൻ തീരുമാനിക്കും എന്നാണ്. പശ്ചിമേഷ്യ അങ്ങനെ അനിശ്ചിതമായി അശാന്തമായി തുടരുന്നത് ലോകത്തെ ആകെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്.